സകലം ചരിത്ത് തരിത്ത് സദുറകമേ സ്വതികൾ എഴുത്താനൈത്ത് നിലവിളിയായി പേശിബദ കിളവികളും അണയർ പിടിത്ത് തമ്മിൽ അലമുറയായി അലമുറയും അയരം കൂറ്റാൽ കിടുകിട അരന്ത് ഹൗഫായി തിഹാമീരല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞത് നിലവിലാത്തോളം ചോദിച്ചു കാര്യം എവിടെയാണ് എത്തിയിരുന്നത്? അദ്ദേഹം എന്താക്കുകയാണ്, അബ്ബാസ് അള്ളാഹുവിനെ പരിഹസിച്ചപ്പോൾ അബ്ബാസ് അള്ളാഹുവിനെ തന്റെ വാളുമായി അബൂജഹലിനെ ചാടി. അപ്രതീക്ഷിതമായ ചാട്ടം അത് കണ്ടപ്പോ അബൂജഹൽ അവന് തടി തട്ടി ഓടി. അല്ലേ? ഓടി ഇവൻ നേരെ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ സമീപത്തിലേക്കാണ് ഓടുന്നത്. അപ്പോഴാണ് അവിടെ റംദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ഒട്ടകത്തിന്റെ ചെവിയൊക്കെ മുറിഞ്ഞ് രക്തമിങ്ങനെ വീഴ്ന്ന് വസ്ത്രമൊക്കെ അലക്ഷ്യമായ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം ഈ ചെറുപ്പക്കാരനെ കാണുന്നതിനെ കണ്ടാൽ തോന്നുന്ന രൂപത്തിൽ അബൂജഹൽ കാണുന്നതാണ്. അബൂജഹൽ ഈ ചെറുപ്പക്കാരനെ കണ്ടത്, ചെറുപ്പക്കാരൻ മക്കാ-ഖുറൈശികളെ നമ്മുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടതും ഇവൻ സ്തബ്ധനായി അവിടെ നിന്നുപോയി. പുറകെ അബ്ബാസ് റളിയല്ലാഹു വാളുകൊണ്ട് വരുന്ന കാര്യം ഇദ്ദേഹത്തോട് മറന്നുപോയി എന്നതാണ് നമ്മളവിടെ നിർത്തിയത്. ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാ ഒട്ടകത്തിന്റെ രൂപം ഞാൻ പറഞ്ഞില്ലേ, ചെവിയൊക്കെ മുറിയുന്നു. ഒട്ടകത്തിന്റെ ചെവി മുറിഞ്ഞ് രക്തമുറ്റി വീഴുന്നുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വരികയാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുക. ആ രൂപത്തിലാണ് നന്നവിന്റെ രൂപമുള്ളത്. ഉടനെ തന്നെ അബൂജഹൽ എന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ അപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വരുന്നതല്ല, പുറകിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. ഉടനെ തന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴോ ആരെയും കാണുന്നില്ല. കാരണം എന്താണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചെന്നറിയോ? ഓടുന്ന ഒരു മനുഷ്യനെ, പേടിച്ചു ഓടുന്ന ഒരു മനുഷ്യന്റെ പിന്നെ നമ്മളെ പിന്തുടരുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കി അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താക്കി?